അപ്പോൾ നമ്മൾ ഇന്ന് അവൻ്റെ എയിം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു കുപ്പി, സാധാരണ മീനിൻ്റെ കണക്കല്ല കുപ്പി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. പക്ഷേ നമ്മുടെ മീനാണെങ്കിൽ വെള്ളത്തിൽ ഏതാണ്ട് ഒരു, ഇപ്പോൾ നമ്മൾ ദൂരം വരെ എറിഞ്ഞാൽ അത് പോകണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമാണ് നമുക്ക് നിറയ്ക്കാം. ഓക്കെ, ഇനി എറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കുപ്പി നമ്മളെടുത്ത് എറിയും. കുപ്പിയിൽ നമ്മുടെ ചെക്കൻ കൊള്ളിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, കണ്ടു നോക്കാം, എന്നിട്ട് വേണം പറയാൻ. അപ്പോൾ ഓക്കെ, എവിടെ ഇടണം? ആമ്പലൊക്കെ ഇടണോ? അവിടെ ഇട്ടാൽ മീനൊക്കെ പിന്നെ വരാതിരിക്കുമോ? എത്ര ലോങ് വേണം ഒരു അഭിപ്രായത്തിൽ? എല്ലാം നിൽക്കുന്നത് അത്ര ലോങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുപ്പി നമ്മൾ ഒഴുകിറക്കി നമ്മൾ വെള്ളം ഇട്ടിട്ടുണ്ട്, വെള്ളം ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് കൊള്ളിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. ഓക്കെ, അത് മീനാന്ന് ആലോചിച്ചോ. അടിയാണത്. നമ്മൾ പറയും എയിം അല്ല, എയിം ലോക്ക് ആൻഡ് ഷൂട്ട്. നമ്മളെ ചെറുക്കൻ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് നമ്മള്. അപ്പം അങ്ങോട്ട്. അപ്പോൾ ഓക്കെ, അപ്പം നീ മീൻ പിടിച്ചോ. അപ്പോൾ നമ്മളെ കുപ്പി അടിക്കുന്നതിനൊക്കെ അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മുടെ ഈ സ്ലിങ് അടിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിനടിയിൽ വരുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് അടിക്കണം. കാരണം വെള്ളത്തിനകത്താകുമ്പോൾ നമ്മൾ കാണുന്നത് സർഫസിന് മുകളിലായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ മീൻ എപ്പോഴും കുറച്ചും കൂടെ എന്താ പറയുക, അങ്ങനൊരു എങ്ങനെ അതിൻ്റെ താഴ്ചയായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമുക്കത് കാണുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അത് അടിക്കുന്ന ഒരു ട്രിക്കുണ്ട്. ഫ്രണ്ടോട്ട് മുമ്പിലോട്ടാണ്ട് കയറ്റി അടിക്കും. അപ്പോൾ ആദ്യം കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിൽ കിടന്ന മീൻ അടിക്കാൻ പറ്റും. നമുക്ക് കര കിടക്കുന്ന സാധനം നമുക്കൊരു തേങ്ങയൊക്കെ പൊങ്ങിട നമുക്ക് അടിക്കാൻ പറ്റും. നമുക്ക് പക്ഷേ നമ്മൾ വെള്ളത്തിനടിയിലെ മീൻ അടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എയിമിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ ചെയ്യും. പിന്നെ വേണ്ടേ, ചെളി കിടന്ന് ഒരു കാര്യമില്ല, വെള്ളത്തിൽ കിടന്ന് തെന്നിയും ഓടി കിടന്ന് കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ കുപ്പി തിരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ പോയ കുപ്പിയുടെ അവസ്ഥ നമുക്ക് നോക്കാം. നോക്കട്ടെ, എന്തിയാ കുപ്പി എന്തിടാം. കുപ്പിയിൽ അവിടെ അടിയുണ്ടത്, അടികൊണ്ട ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗായ്സ് അടിഭാഗത്താണ് കൊണ്ടത്. അടിയിലാണ് കൊണ്ടതിൻ്റെ വെള്ളം പോകുന്നുണ്ട് അവിടെ. അതാണ്ട് അടിച്ച് പൊട്ടിവിടാതെ. ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ? പ്ലാസ്റ്റിക് കുപ്പി ഹോള് വീണുണ്ടോ? ഇങ്ങനെ പോയിട്ട് എന്നിട്ട് അങ്ങനെ പോയത്. അതിൻ്റെ ആ ഒരു ഇതിൻ്റെ മൊനയുടെ പ്രശ്നം അതില്. അപ്പോൾ മീൻ്റെ ഏത് കയറുമ്പോൾ എങ്ങനെ ആയിരിക്കും? മീൻ്റെ തല ഇങ്ങനെ ആയി പോവും, പൊട്ടുവോ? ചിന്തം കയറൂലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനെ പറ്റിയിട്ട് മാത്രം നമ്മളൊരു ദിവസം വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മളത് ഫുള്ള് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ പരിചയപ്പെടുത്തുക, നമ്മളെല്ലാത്തിനും പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. അപ്പം